ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു ബുധനാഴ്ചയുടെ ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവവചനം ഒരുമിച്ച് ചിന്തിപ്പാനും പഠിപ്പാനും ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവ മുഖത്തേക്ക് നോക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാനായിട്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവേ, അടിയനോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്ക്, ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിൽ മുഖാന്തരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് ഓൺലൈനായിട്ട് തീരുവാൻ, കുറച്ചു പേർക്ക് ഇവിടെ ആയിരിക്കാൻ ഒക്കെ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളതിനു മുമ്പാകെ അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവിടുന്ന് തന്നെ പറയുന്നുവല്ലോ. സഭകളോടും പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവേ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഞങ്ങളെ പഠിക്കുന്നു. ഞങ്ങള് ചെവി തുറന്നവരായി ദൈവവചനം സ്വീകരിപ്പാനായിട്ടുള്ള ഒരുക്കത്തോടെ ഈ രാത്രി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇടപെടുകയും ഞങ്ങളോട് സംസാരിക്കുകയും അവിടുത്തെ വചനത്തിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. കാലം ഇനി ഏറെ ഇല്ലല്ലോ കർത്താവേ. അവിടുത്തെ വരവ് സമീപമായിരിക്കുന്നു നിങ്ങൾ അറിയുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ നിർവിചാരികളായി തീരാതെ ഏറിയ ദൈവകൃപയോടായിരിക്കാനായിട്ട് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് പരിഹരിക്കണമേ. നിങ്ങളുടെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തീകരിക്കണമേ. വേണ്ട കൃപയൊക്കെ നൽകുമാറാകണം. ബലഹീനമായ അടിയനെയും ശക്തീകരിക്കണം. കേൾക്കുവാൻ നിന്റെ മക്കളെ ഒരുക്കണം. ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണം. സകല മഹത്വവും തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 39 ക്ലാസ്സുകളിലായിട്ട് നാം വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രതീകാത്മകമായി, സിംബോളിക്കായി ധാരാളം കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടും ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചും ലോകാവസാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദമാക്കുന്ന ഒരു പുസ്തകമായതുകൊണ്ടും നമുക്ക് ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് പലതും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും വേണ്ട വിധത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി, വ്യക്തത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ധാരാളമായ കൃപയാൽ നമുക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രിയില് ദൈവവചനം അതിന്റെ ഒരു റൗണ്ടപ്പ് എന്ന് പറയാവുന്നതുപോലെ നാം ഇത്രയും ദിവസങ്ങളെ പഠിച്ചത് ഒന്നുകൂടെ അതിലെ ചില പ്രധാന പോയിന്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് ക്രോഡീകരിച്ച് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. അതോടുകൂടെ വെളിപ്പാട് പുസ്തക പഠനം അങ്ങനെ അവസാനിപ്പിക്കണമെന്നും പിന്നീട് പുതിയൊരു ലേഖനത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച നാം മറ്റൊരു ലേഖനമായിരിക്കും പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ ഇന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു റൗണ്ടപ്പ് എന്ന് പറയുന്നത് പോലെ നാം ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള കാര്യം, മറ്റ് റിലീജിയസ് ബുക്സിനേക്കാൾ, അതായത് മറ്റ് മതഗ്രന്ഥങ്ങളെക്കാൾ വളരെ വ്യക്തമായി ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്ന ഏക പുസ്തകം ബൈബിൾ ആണെന്നാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മറ്റ് മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ വായിച്ചു നോക്കിയിട്ടൊന്നും അല്ലെങ്കിലും ഇതുവരെ കേട്ടറിവും ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് വളരെ കൃത്യതയോടെ, വ്യക്തതയോടെ
നമ്മെ അറിയിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്, ബൈബിളാണ്. അതിനുവേണ്ടി തന്നെ ഒരു പുസ്തകം തന്നെ അങ്ങ് നീക്കി വെച്ചിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ലോകാവസാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന വിവിധ ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലം തികഞ്ഞു. ഇപ്പോ കാലത്തിന്റെ അവസാനത്തിലേക്ക്, ദ ഫുൾനെസ് ഓഫ് ടൈം, അതിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാണ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് ശേഷമുള്ള കാലഘട്ടം, അല്ലെങ്കിൽ നമുക്ക് കാൽവറി ക്രൂസിലെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമുള്ള കാലഘട്ടത്തെ മുഴുവനായിട്ട് അന്ത്യകാലം എന്ന് വിളിക്കാവുന്നതാണ്. എൻഡ് ടൈംസ് എന്ന് വേദപുസ്തകം പറയുന്നത് കർത്താവിന്റെ ഒന്നാമത്തെ വരവിന് ശേഷമുള്ള ഈ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചാണ്. കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും പറഞ്ഞു തുടങ്ങിയത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ, കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ, കർത്താവിന്റെ ക്രൂശാരോഹണത്തിന് തൊട്ടു മുമ്പായി ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവെ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തൊക്കെ ആയിരിക്കും എന്ന് ചോദിക്കുന്നു. അവിടെയും ലോകാവസാനത്തെ കുറിച്ചാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം എബ്രായ ലേഖനം 9:26, 1 പത്രോസ് 1:20 പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് അന്ത്യകാലമാകുന്നു. യോഹന്നാൻ പറയുന്നു, യോഹന്നാൻ 2:18, ഇത് കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അപ്പോൾ കാലം തീരുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം നമ്മെ നാം പഠിച്ചത് എൻഡ് ടൈം ഓഫ് ദ എൻഡ് ടൈംസ്, അന്ത്യകാലത്തിന്റെ അന്ത്യ നിമിഷങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് കാലം അതിന്റെ പരിസമാപ്തിയിലേക്ക്, അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ദൈവവചനത്തില് ഞാനൊരു 2 ഭാഗങ്ങളെ നിങ്ങളുടെ ചിന്തയിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. So when the fullness of time had come, God has sent his own son. അവിടെയും പറയുന്നത് the fullness of time had come എന്ന്. ഞാൻ അതിന്റെ ഗ്രീക്ക് പരിഭാഷ ഒന്ന് നോക്കുവാനായിട്ട് ഇടവന്നു. അത് പ്ലിയോർമ തു ക്രോണോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഗ്രീക്കിന്റെ അതിന്റെ ന്യൂവാൻസസിലേക്കൊന്നും കടക്കുവാനായിട്ടല്ല പറയുന്നെങ്കിലും ക്രോണോ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രീക്ക് ഭാഷയിൽ സമയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ക്രോണോസ് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് നമുക്ക് ക്രോണിക്കിൾ എന്നൊക്കെ പറഞ്ഞ ദിനവൃത്താന്തം. അപ്പൊ ക്രോണിക്കിൾ എന്നുള്ള വാക്ക് ആ ക്രോണോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. അതുപോലെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, അത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഏജസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ദ ടൈംസ്. അതിലും ഗ്രീക്ക് പ്രകാരമാണ് ഓയിക്കണോമിയൻ ടു പ്ലെറോമാറ്റോസ് തോൺ കെയ്റോൺ. ഓയിക്കണോമിയൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എക്കണോമി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. അതിനെ ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. കാലസമ്പൂർണതയിലെ ദൈവത്തിന്റെ വ്യവസ്ഥ. അപ്പൊ ദൈവത്തിന്റെ ഒരു എക്കണോമി ഉണ്ട്. ഈവൻ ഫോർ ദ ടൈം ഗോഡ് ഹാസ് എൻ എക്കണോമി, ഓയിക്കണോമിയൻ. പിന്നെ പറയുന്നു പ്ലിയോമാറ്റോസ് തോൺ കെയ്റോൺ. അപ്പൊ അവിടെ സമയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെയ്റോൺ അല്ലെങ്കിൽ കെയ്റോസ് എന്നാണ്. അപ്പൊ ഗ്രീക്കിൽ 2 പദങ്ങളുണ്ട്, കെയ്റോസും ക്രോണോസും. അപ്പൊ കെയ്റോസ് എന്ന് പറയുന്നത്
ദ റൈറ്റ് ടൈം ഓർ ദ എക്സാക്ട് ടൈം എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ കൃത്യതയുടെ സമയത്ത്, അതായത് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം, ഇൻ ദ എക്കണോമി ഓഫ് ഗോഡ് തിങ്സ്, ദൈവ കാര്യങ്ങളുടെ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം സമയം പൂർണ്ണമായപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ വ്യവസ്ഥ, ദൈവത്തിന്റെ സമയത്ത്, ക്രോണോസ് എന്ന് പറയുമ്പോഴും അത് പേഴ്സോണിഫിക്കേഷൻ ഓഫ് ടൈം, പ്രീ സോക്രട്ടീസ് ഇറ എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുന്നത്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ളത്, ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും അത് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. ദൈവം, വാട്ട് എവർ ഗോഡ് ഡസ്, ഹി ഡസ് അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ എക്സാക്ട് ടൈം, when time fully comes in the economy of God's things. ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവം അതിനൊരു അവധി വെച്ചിട്ടുണ്ട്. വേദോസം എപ്പോഴും പറയുക, ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കേണ്ടതെന്ന് ഇവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യുവാൻ, ഇവിടെ നിന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ കർത്താവ് എപ്പോഴാ വരേണ്ടതെന്നുള്ളത് ദൈവം അത് മുന്നമേ നിർണയിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അതിനുള്ള അവസ്ഥാന്തരങ്ങളെല്ലാം ഒരുക്കപ്പെടും. കർത്താവിന്റെ വരവിനുള്ള മുഖാന്തരങ്ങളെല്ലാം ഒരുക്കപ്പെടും. ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് തിങ്സ്, ഇൻ ദ എക്കണോമി ഓഫ് ഗോഡ് തിങ്സ്, വെൻ ദ റൈറ്റ് ടൈം കംസ് ഹി വിൽ കം അഗെയിൻ. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം, ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം തന്റെ പുത്രനെ വീണ്ടും അയക്കും. ഒന്നാമത് അയച്ചത് അപ്രകാരമായിരുന്നു പ്രിയമുള്ളവരെ, രണ്ടാമതും അന്നേരം ആ സമയത്ത് തന്നെ അയക്കും. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നുവല്ലോ എന്ന്. അത് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്, മൈ ടൈംസ് ആർ ഇൻ ദൈ ഹാൻഡ്. പ്രശസ്തമായ ഒരു പാട്ട് തന്നെയുണ്ട്, ഇൻ ഹിസ് ടൈം, ഇൻ ഹിസ് ടൈം. അപ്പൊ ദൈവത്തിനൊരു സമയമുണ്ട്. അതുവരെ ദൈവം, നമ്മളൊരു പ്രാർത്ഥനയിൽ നമുക്കൊരു കാര്യത്തിന് നാം ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം തരുമ്പോഴും ദൈവത്തിന്റെ സമയത്ത് ആദ്യം ചെയ്യുന്നു. ദൈവം ഒട്ടും നേരത്തെ ചെയ്യത്തില്ല, ഒട്ടും താമസിച്ചും ചെയ്യത്തില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമുക്ക് പലപ്പോഴും ധൃതിയുണ്ട് അത് പെട്ടെന്നൊന്നും സാധിച്ചു കിട്ടാൻ. നമുക്കൊരു വലിയ വി ആർ ഇൻ എ ഹറി ടു ഗെറ്റ് തിങ്സ് ഡൺ. കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുള്ള വലിയൊരു ധൃതി നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ധൃതിയൊന്നുമില്ല. ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ എക്കണോമി ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ, എക്കണോമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചാണ് എക്കണോമി എന്ന് നാം സാധാരണ പറയുന്നെങ്കിലും, എക്കണോമി ഓഫ് ഗോഡ് തിങ്സ് എന്ന് പറയുന്നത് ദൈവ വ്യവസ്ഥ പ്രകാരം ദൈവം തന്റെ പുത്രനെ ഒന്നാമത് അയച്ചെങ്കിൽ രണ്ടാമതും തീർച്ചയായിട്ടും അയക്കും. അവൻ ഒന്നാമത് വന്നു എന്നുള്ളതാണ് രണ്ടാമത് വന്നതിന്റെ ഗ്യാരണ്ടി, വരുന്നതിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. For he had come for the first time, then he will surely come for the second time. രണ്ടാമതും ഈ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ വരും. അപ്പൊ കർത്താവിന്റെ വരവിന്റെ ഈ കാലം, ഒന്നാമത്തെ വരവിന് ശേഷമുള്ള രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് വേദപുസ്തകം എൻഡ് ടൈംസ് അഥവാ അന്ത്യകാലം എന്ന് പറയുന്നു. അന്ത്യകാലത്തെ കുറിച്ച് വേദപുസ്തകം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ടെറിബിൾ ടൈംസ് വിൽ കം ഡ്യൂറിങ് ദ എൻഡ് ടൈംസ്. അന്ത്യകാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പം ദുർഘട സമയങ്ങൾ ഉണ്ടായിരുന്നു. ആദിമ ക്രിസ്തീയ സഭയും ധാരാളം ദുർഘട സമയം അനുഭവിച്ചതാണ്. എന്നാൽ ആ അവസാന മണിക്കൂറിലേക്ക് നാം വരുമ്പോൾ നമുക്കറിയാം, ഞാൻ സാധാരണയായി പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു സ്കൂൾ ഇയറിൽ, ഒരു അക്കാഡമിക് ഇയറിൽ അതിന്റെ ഒന്നാം ടേം ഉണ്ട്, ഓണപരീക്ഷ വരെ ഒന്നാം ടേം, ക്രിസ്മസ് പരീക്ഷ വരെ രണ്ടാം ടേം, പിന്നെ വലിയ പരീക്ഷ വരെ, അല്ലെ മാർച്ചിൽ ഫൈനൽ എക്സാം വരെ മൂന്നാം ടേം. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഒന്നാം ടേമിൽ ജീവിച്ചിരുന്ന ആളാണെങ്കിൽ, യോഹന്നാൻ ഒന്നാം ടേമിൽ ജീവിച്ചിരുന്ന ആളാണെന്നെങ്കിൽ, നമുക്ക് മുമ്പുണ്ടായിരുന്ന പലരും രണ്ടാം ടേമിൽ ജീവിച്ചിരുന്നെങ്കിൽ, we have come to the third term. നാം മൂന്നാം ടേമിലേക്ക് വന്നു. മൂന്നാം ടേമിലേക്ക് മാത്രമല്ല, മൂന്നാം ടേമിന്റെ അവസാന മാസത്തിൽ ഏതാണ്ട് അവസാന പ്രവൃത്തി ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണ്. ആർക്കും പ്രവർത്തിക്കകൂടാത്ത രാത്രികൾ. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യം, ഇങ്ങനൊക്കെ പറയുന്നവരെ പരിഹസിക്കുന്ന, അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകും. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്തുണ്ടാകും. അതൊക്കെ ഇതിന്റെ ലക്ഷണമാണ്. എന്നാൽ കാലം തീരും.
ദൈവത്തിന്റെ സ്വർഗത്തിലെ ക്ലോക്ക് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. ദൈവത്തിന്റെ എക്കണോമിയിൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം തന്റെ പുത്രനെ വീണ്ടും ലോകത്തിലേക്ക് അയക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് നമുക്കുള്ള വാഗ്ദത്തം. അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. സോ വി ആർ ലിവിങ് അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ദി എൻഡ് ടൈംസ്. അന്ത്യകാലഘട്ടത്തിന്റെ അവസാന മണിക്കൂറുകളിൽ, ലാസ്റ്റ് പീരീഡ്, അവസാനത്തെ പ്രവൃത്തി ദിവസം. സ്കൂളിൽ ബെല്ലടിക്കുവാൻ ഇനിയും 10, 15, 20 നിമിഷങ്ങൾ മാത്രം അവശേഷിക്കും. പ്രിയമുള്ളവരെ, അതുപോലെ കർത്താവിന്റെ കാഹളനാദം കേൾക്കുവാനുള്ള സമയം വളരെ ചുരുക്കമായിക്കൊണ്ടിരിക്കും. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കും. എന്നാൽ ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മെ മനസ്സിലാക്കുവാനായിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തില് ഒരു പുസ്തകം തന്നെ യോഹന്നാനിലൂടെ ഏറ്റവും അവസാനം വരെ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരിൽ ഏറ്റവും വയോധികനായിട്ട് മരിച്ച, മറ്റെല്ലാവരും കൊല്ലപ്പെട്ട ശേഷം പിന്നെയും ജീവിച്ചിരുന്ന, ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം AD 95 വരെയെങ്കിലും ജീവിച്ചിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ, തനിക്ക് ഏതാണ്ട് 95 വയസ്സെങ്കിലും ഉള്ള സമയത്ത് എഴുതിയതായിട്ടുള്ള ആ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവവചനത്തിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം. അവസാനത്തെ പുസ്തകം നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം, എപ്പോഴും ഞാനും ഇത് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യമാണ്. പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്കൊരു വ്യക്തമായ ധാരണയില്ലായിരുന്നു. ലോകാവസാനം ഉണ്ടാകും. ഇതുവരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത വിധം വലിയൊരു കഷ്ടം ലോകത്തിൽ ഉണ്ടാകും. അതിനെ യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് വിളിക്കുന്നത്. ട്രബിൾ ഓഫ് ജേക്കബ്. യിരെമ്യാ പ്രവചനം 30:7 ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വിധം, യിരെമ്യാ 30:7 എടുത്തൊന്ന് വായിക്കാമെങ്കിൽ, ഇതുവരെ ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത വിധം ഉണ്ടാകുന്ന വലിയൊരു കഷ്ടതയെ കുറിച്ച്, അത് ഇസ്രായേലിന്റെ കഷ്ടകാലം എന്നാണ് പറയുന്നത്. യിരെമ്യാ 30:7. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. അതായത് ഇസ്രായേൽ മക്കളെ, യഹൂദൻ കടന്നു പോകേണ്ട ഒരു കഷ്ടമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 24:21, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്നുണ്ടാകും. അപ്പൊ ലോക അവസാനത്തെ കുറിച്ച് കർത്താവിന്റെ സ്വന്തം വാക്കുകളിൽ, in the own words of our Lord Jesus Christ, it has been said that will be a time never happened in the history of the world so far. ഇതുവരെയും ലോക സൃഷ്ടി മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിയും റിപ്പീറ്റ് ചെയ്യാത്തതുമായ വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ, അതിന്റെ ഗ്രാവിറ്റി, അതിന്റെ സിവിയറിറ്റിയെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെ കുറിച്ച്, ആ കഷ്ടതയുടെ തീവ്രതയെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുവാനായിട്ടാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലും, ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ അവസാന കാലത്തുണ്ടാകുന്ന വലിയൊരു കഷ്ടകാലം. എന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, നമ്മൾ അന്ന് വരെ ജീവിച്ചിരിക്കുമോ നമുക്കറിയില്ല. ഇനിയും കർത്താവ് വരാൻ കുറച്ചുകൂടെ കാലങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു 30-50 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. ഇനി കർത്താവ് വരാൻ ഒരു 50 വർഷം, ഞാൻ വളരെ ഒരു സാങ്കല്പികമായിട്ടൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവ് വരാൻ 50 വർഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിട്ടൊന്നും ആരും ചിന്തിക്കരുത്. ഉണ്ടെന്നിരിക്കട്ടെ. എങ്കിൽ എനിക്ക് തോന്നുന്നു, എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലരും, എന്നെ കേൾക്കുന്ന ഈ ഓൺലൈനിലുള്ള പലരും അന്ന് ജീവനോടെ ഉണ്ടാകും. ഞാൻ ഉണ്ടാകത്തില്ല. ഇവിടെ ഇരിക്കുന്ന പലരും, ഇപ്പൊ 10-12 വയസ്സുള്ളവർക്ക് പോലും 50 വർഷം കഴിയുമ്പോഴത്തേക്ക് അന്ന് 62 വയസ്സെങ്കിലും ആവും. 1-2 കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ബാക്കി ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം 70-80 കവിഞ്ഞു പോകുന്ന പ്രായങ്ങളായി. എത്ര കാലം വരെ നാം ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ പറയട്ടെ, എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ എല്ലാം ഒരു കൺസേൺ, ഞാൻ പറയാൻ വന്നത്, നമ്മുടെ എല്ലാം ഒരു കൺസേൺ, നമ്മൾ അത്രയും വരെ ജീവിച്ചിരിക്കുമോ, നമുക്ക് അത്ര ആയുസുണ്ടോ, അതിനു മുമ്പ് കർത്താവ് വരുമോ, അത് കഴിഞ്ഞാണോ വരുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ലെങ്കിലും എല്ലാവരുടെയും ഒരു കൺസേൺ
ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ കഷ്ടകാലത്തിലൂടെ കടന്നു പോകുമെന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നൊരു ചോദ്യം. നമ്മൾ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ തുടക്കത്തിൽ എനിക്ക് തന്നെ ഒരു ഉറപ്പ് അത്രമാത്രം ഇല്ലായിരുന്നുവെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവചനം എനിക്ക് തന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുകയില്ല എന്നുള്ളതാണ്. അതിന് കാരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് യോഹന്നാനോട് അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തെ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു രൂപരേഖ എന്നാണ്, ഔട്ട്ലൈൻ എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലുള്ള വിവരവും എഴുതുക. Write down what you have seen and what is here now and what all things are to take place later. അപ്പോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇപ്പൊ നീ കണ്ടത് എന്താന്ന് എഴുതണം. പിന്നെ യോഹന്നാൻ കണ്ടത് എന്താണെന്ന് എഴുതണം, ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് എഴുതണം, ഇനി സംഭവിക്കാനുള്ളത് എഴുതണം. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? യോഹന്നാൻ കണ്ടതെന്ന് പറയുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് യോഹന്നാൻ കണ്ടത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കണ്ടത്. കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായവൻ, മാറത്തെ പൊൻകച്ച കെട്ടിയവൻ, മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആകുന്നു. ഈ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടിട്ട് പറയുന്നതാണ്. അപ്പൊ അത് എഴുതാനാ പറഞ്ഞത്. അതായത് ഇപ്പോൾ കണ്ടതെന്ന് പറയുന്ന അപ്പൊ എന്താ? 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദർശനം അത് എഴുതാൻ പറഞ്ഞു. പിന്നെ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന്റെ സഭ ഈ ലോകത്തിലായിരിക്കും. അപ്പൊ 2-ഉം 3-ഉം അധ്യായങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 7 സഭകൾക്കുള്ള ദൂതാണ്. എഫസോസ്, പിന്നെ സ്മർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭകൾ. അപ്പൊ 2-ഉം 3-ഉം അധ്യായങ്ങളിൽ യോഹന്നാൻ എഴുതിയത് എന്താ? ഇപ്പോൾ ഉള്ളതിനെ കുറിച്ച്. ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ? സഭകൾ. സഭ എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം, വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹം. അപ്പോ 2-ഉം 3-ഉം അധ്യായം കഴിഞ്ഞ് യോഹന്നാൻ എഴുതിയത് എന്താ? മേലാൽ സംഭവിക്കാനുള്ളത്. വാട്ട് ഈസ് ടു ടേക്ക് പ്ലേസ് ലേറ്റർ. മേലാൽ സംഭവിക്കാനുള്ളതായിരുന്നു. അപ്പൊ മേലാൽ സംഭവിക്കാനുള്ളത് എഴുതുമ്പോൾ യോഹന്നാനെ ദൈവം ഒന്ന് വിളിക്കുകയാണ്. 4-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെ? 2-ഉം 3-ഉം അധ്യായങ്ങള് സഭകൾക്കുള്ള ദൂത് എഴുതിയിട്ട് 4-ാം അധ്യായം തുടങ്ങുമ്പോൾ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അപ്പൊ 4-ാം അധ്യായം മുതൽ എഴുതിയിരിക്കുന്നത് എന്താ? മേലാൽ സംഭവിക്കാനിരിക്കും. 1-ാം അധ്യായത്തിന്റെ 19-ൽ പറഞ്ഞിരിക്കുന്നത് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും. എത്രാമത്തെ അധ്യായം കൊണ്ട് തീർന്നു? 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ടത്, 2-ഉം 3-ലും ഇപ്പോൾ ഉള്ളത്, 4-ാം അധ്യായം തൊട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് മേലാൽ സംഭവിക്കാനാണ്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ വചനം പറയും. 4-ാം അധ്യായം തുടങ്ങുമ്പം യോഹന്നാനോട് പറയുന്നു, കം അപ്പ്, കയറി വരാൻ പറഞ്ഞു. യു കം അപ്പ് ഹിയർ, നീ എന്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞു.
യോഹന്നാൻ ഉടനെ ആത്മവിവശതയിലായി. അതായത് ഒരു പക്ഷേ യോഹന്നാന്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. അങ്ങനെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മരിക്കും. മരിച്ചവരെ പോലെ ആയെന്ന് ദൈവവചനം പറയുന്ന അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസും തന്റെ സ്വർഗീയ ദർശനത്തെ കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പിന്നെ പറയുന്നത് ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ പൗലോസിനും ആ ദിവ്യ ദർശനത്തിൽ പൗലോസിന്റെ ശരീരം വിട്ടാണോ പോയത്, ശരീരത്തോടാണോ പോയെന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ യോഹന്നാൻ എഴുതുമ്പോൾ പറയുന്നു, ഞാൻ ആത്മവിവശതയിലായി, ഞാൻ മരിച്ചവനെ പോലെയായി. അതായത് അത് ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? മേലാൽ സംഭവിപ്പാനുള്ളതിൽ, അതായത് മഹോപദ്രവം ആരംഭിക്കുന്നത് 6-ാം അധ്യായം മുതൽ അല്ലേ? നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, 7 മുദ്രകൾ ഉള്ള പുസ്തകം കർത്താവായ യേശുക്രിസ്തു 5-ാം അധ്യായത്തിൽ വാങ്ങിക്കുന്നു. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോഴെന്നും പറഞ്ഞാ തുടങ്ങുന്നത് അല്ലേ? ആ മുദ്ര പൊട്ടിക്കുമ്പം തൊട്ടാണ് എന്തോ തുടങ്ങുന്നത്? മഹോപദ്രവം അഥവാ ഗ്രേറ്റ് ട്രിബുലേഷൻ ആരംഭിക്കും. അപ്പൊ അതിനു മുമ്പ് യോഹന്നാനോട് എന്തോ പറഞ്ഞു? യു കം അപ്പ് ഹിയർ, നീ ഇവിടെ കാര്യം. അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? മഹോപദ്രവം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ മക്കളോട് ദൈവം പറയും, നിങ്ങൾ ഇവിടെ കയറി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സഭ ഈ ഗ്രേറ്റ് ട്രിബുലേഷന് മുമ്പ് എടുക്കപ്പെടുമെന്നുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ 4-ാം അധ്യായത്തും 6-ാം അധ്യായം ഇതൊക്കെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോഴും 1-19, 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങള്, 6-ാം അധ്യായം. അപ്പൊ കർത്താവിന്റെ സഭ വിശ്വാസികളാണെങ്കിൽ എന്റെ കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടും എന്ന ഉറപ്പുള്ള ദൈവ പൈതലിന് ഈ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ ഇത് പഠിക്കേണ്ട, ഞാനിവിടെ ഇല്ലേ, പിന്നെ ഈ കഷ്ടത്തെ കുറിച്ച് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിവിടെ ഞങ്ങൾ എടുക്കപ്പെടുമെങ്കിൽ എങ്കിലും മേലാൽ സംഭവിക്കാനുള്ളത് എന്താണെന്ന് ഒരു വാണിംഗ് തരുവാനായിട്ട്, എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് തന്നിരിക്കും. ദൈവവചനത്തിന്റെ വ്യക്തത എത്ര മനോഹരമാണ്, എത്ര ക്ലാരിറ്റിയോടുകൂടെയാണ് ദൈവത്തിന്റെ വചനം ഇവിടെ രേഖപ്പെടുത്തിയത്. അത് മാത്രമല്ല, അപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ പ്രകാരം തന്നെ ദൈവത്തിന്റെ സഭ ലോകത്തിൽ നിന്ന് മഹോപദ്രവ കാലത്തിന് മുമ്പ്, ഗ്രേറ്റ് ട്രിബുലേഷന് മുമ്പ് ഇവിടെ നിന്ന് എടുക്കപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല, 1-2 വാക്യങ്ങളിലൂടെ ഞാൻ ഇതിന് ഉപോത്ബലകമായിട്ട് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഫിലദൽഫിയയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നു, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം, വെളിപ്പാട് 3:10, എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇവിടെ പറയുന്നത് എന്തോ? ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം. അതിനെയും നമുക്ക് മഹോപദ്രവം എന്ന് തന്നെ വിചാരിക്കാം. എല്ലാ ലോകത്തിലും ഒരുപോലെ വരുന്ന പരീക്ഷാകാലം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? മഹോപദ്രവകാലം. ഞാനൊരു ചെറിയ ഉദാഹരണം ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറയുകയാണ്. 1918-ലോ 17-ലോ ഒക്കെയാണ് സ്പാനിഷ് ഫ്ലൂ ഉണ്ടായത്. സ്പാനിഷ് ഫ്ലൂ ഉണ്ടായപ്പോഴും ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെ ആ പകർച്ചവ്യാധി ബാധിച്ചില്ല. ചില രാജ്യങ്ങളിൽ, ഇന്ത്യയിലുണ്ടായി, മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായി. 5 കോടി മുതൽ 17 കോടി വരെ ആൾക്കാർ മരിച്ചെന്നൊക്കെയാണ് അതിന്റെ കണക്ക് പറയുന്നത്. പക്ഷെ ലോകത്തിൽ എല്ലായിടത്തും വന്നില്ല. പക്ഷെ ഇപ്പൊ കൊറോണ വന്നപ്പോഴോ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും, അല്ലയോ, ഏതെങ്കിലും രാജ്യം ഒഴിവുണ്ടോ എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല. മനുഷ്യൻ എത്തിച്ചേരുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ പകർച്ചവ്യാധി എന്ന് പറഞ്ഞ പോലെ ഈ മഹോപദ്രവം വരുമ്പോൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും, ഭൂതലത്തിലെങ്ങും ഒരുപോലെ ഈ ബാധ ഉണ്ടാകും, ഈ കഷ്ടങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് ഞാനും നിന്നെ കാക്കുമെന്ന് ഫിലദൽഫിയയിലെ സഭയോട് ദൈവം
പറയുകയാണ്, ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പൊ അതും ദൈവത്തിന്റെ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോവുകയില്ല എന്നുള്ളതിന്റെ ഉറപ്പായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു വാക്യം തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 1 അധ്യായത്തില് 1 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം 9 തൊട്ട് വായിക്കാം. അത് തുടർച്ചയായ വാക്യമായതുകൊണ്ട് 1 തെസ്സലോനിക്കർ 1:9 മുതൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും, ഓർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക, തന്റെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു എവിടുന്ന് വരുന്നത് കാത്തിരിക്കാനെന്ന? സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പോ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് എന്തിനു വേണ്ടിയാണ്? വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരും. കർത്താവ് വരുമ്പോ എന്താ സംഭവിക്കുന്നത്? കർത്താവിന്റെ 1-ാമത്തെ വരവിൽ എന്ത് സംഭവിക്കും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. അപ്പൊ കർത്താവ് വരുമ്പോൾ ദൈവത്തിന്റെ സഭ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, അന്ന് ജീവനോടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെടും. അവരെ ദൈവം വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് വിടുവിക്കും എന്ന് തന്നെ നമുക്കത് വിശ്വസിക്കാവുന്നതാണ്. അപ്പോ ഭൂമിയുടെ മേൽ ദൈവക്രോധം വരുന്നു. ദൈവക്രോധം എന്ന് പറയുന്നത് നമുക്കറിയാം, 7 മുദ്ര പൊട്ടിച്ചു. 7-ാമത്തെ മുദ്ര പൊട്ടിക്കാറാകുമ്പോൾ 7 കാഹളങ്ങൾ ഊതുന്നു, അല്ലെ? 7-ാമത്തെ കാഹളം ഊതുമ്പോഴാണ് 7 ക്രോധ കലശങ്ങൾ ഭൂമിയുടെ മേൽ പതിക്കുന്നത്, അല്ലെ? ബൗൾസ് ഓഫ് ഗോഡ്സ് റാത്ത് എന്നാ പറയുന്നത്. ദൈവക്രോധത്തിന്റെ കലശങ്ങൾ ഭൂമിയുടെ മേൽ പതിക്കുകയാണ്. ബൗൾസ് ഓഫ് ഗോഡ്സ് റാത്ത്. അപ്പൊ ആ ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു വരും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ ക്രോധത്തിൽ എരിഞ്ഞടങ്ങി, അല്ലേ? കാൽവരി ക്രൂസിൽ എന്താ സംഭവിച്ചത്? ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മളെ സുരാഗൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടൂ. നമ്മളെ സുരാഗൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടൂ. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനായി കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. ആർക്ക് പകരമായിട്ടാ ദൈവകോപത്തിൽ വെന്തിരിഞ്ഞത്? നമുക്ക് പകരമായിട്ട്. ഞാൻ ദൈവകോപത്തിൽ വെന്തിരിയേണ്ടവനായിരുന്നു. ദൈവക്രോധത്തിൽ ഞാൻ വെന്തിരിയേണ്ടവളായിരുന്നു. എനിക്ക് പകരമായിട്ട് എൻ്റെ കർത്താവ് ദൈവക്രോധത്തിൽ വെന്തിരി. അതുകൊണ്ട് ഇനിയും ഒരിക്കലൂടെ ദൈവക്രോധത്തിൽ വെന്തിരിയേണ്ട ആവശ്യം എനിക്ക്. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ മതി, അല്ലേ? എന്റെ ശിക്ഷ ആര് വഹിച്ചു? കർത്താവ് ചുമന്നു. അതുകൊണ്ട് ആ കുറ്റത്തിന് ഇനിയും ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മഹോപദ്രവ കാലത്തിന് മുമ്പായി ദൈവം തന്നെ സഭയെ വീണ്ടെടുക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഒന്നാമത് പൊതുവായി വരുന്നൊരു ചോദ്യത്തിന്റെ മറുപടി ഞാനങ്ങ് പറയുകയാണ്. എനിക്ക് ചോദ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഞാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ദൈവത്തിന്റെ സഭ മഹോപദ്രവ കാലത്തിന് മുമ്പ് എടുക്കപ്പെടും? അതിനുള്ള തെളിവ് എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതിന്റെ ഡയറക്റ്റ് ഉത്തരമുണ്ട്.
മാത്രവുമല്ല, തെസ്സലോനിക്ക ലേഖനത്തിലും ഇപ്പൊ നാം ചിന്തിച്ചതുപോലെ ദൈവം തന്റെ പുത്രനെ ദൈവക്രോധത്തിൽ വെന്തിരിഞ്ഞവനായി നമുക്ക് വേണ്ടി പരിഹാരയാഗമാക്കി തീർത്തതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടെ നാം ആ തീയിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ പേർക്ക് ദൈവക്രോധത്തിൽ വെന്തിരിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സഭ, രക്ഷിക്കപ്പെട്ട വിശ്വാസി, മഹോപദ്രവത്തിലൂടെ കടന്നു പോകത്തില്ല. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, വലിയ കഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ദൈവത്തിന്റെ സഭ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമാണ്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചു. അപ്പൊ ദൈവത്തിന്റെ സഭയെ ഇപ്പോഴും കഷ്ടങ്ങളിലൂടെയാ കടന്നു പോകുന്നു. മഹാകഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരികയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് കഷ്ടമുണ്ട്. ഇവിടെ മഹോപദ്രവത്തിന് മുമ്പുള്ള കഷ്ടങ്ങളുടെ ഒരു ഒരു പ്രീകേഴ്സർ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ടുള്ള, മുന്നോടിയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അരങ്ങേറും. അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ഒക്കെയാണ് നാം കടന്നു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താലും കാണാം, ഫയർ ബോൾസ്, തീഗോളങ്ങൾ ആകാശത്ത് നിന്ന് വീണ് ചില ഗ്രാമങ്ങൾ കത്തിപ്പോയത്. ബ്രിട്ടീഷ് കൊളംബിയയിൽ, വാൻകൂവറിൽ നിന്ന് 125 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലം മാത്രമാണ് ബ്രിട്ടീഷ് കൊളംബിയ. അത് ഗ്ലോബൽ വാർമിങ്ങോ എന്തോ ഭൂമിയുടെ ഉപരിതലത്തിന് ചൂട് കൂടുന്നത് കൊണ്ടും മറ്റുമാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആകാശത്ത് നിന്ന് തീ ഇറങ്ങി കത്താൻ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ഭൂമിയിൽ തീ ഇടുവാനായിട്ട് വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അതിപ്പോഴേ ആരംഭിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ ഇവിടെയൊക്കെ തീ വീണ് തുടങ്ങി. ആളി കത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉപദ്രവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകും. ഈ കാലത്തിലൂടെ ഈ സഭ കടന്നു പോകും. എന്നാൽ കർത്താവിന്റെ വരവിന് ശേഷമായിരിക്കും വലിയ കഷ്ടത ഉണ്ടാകുന്നത്. ആ കഷ്ടതയിലൂടെ സഭ കടന്നു പോകുകയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇനിയും എന്താണ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് റെവലേഷൻസ് ടു ഓൾ ബിലീവേഴ്സ്? അങ്ങനെ ഒരു ചോദ്യം ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി. ഇൻ ദ ലൈറ്റ് ഓഫ് ദ സ്റ്റഡി വി ഹാവ് കണ്ടക്ടഡ് സോ ഫാർ, വാട്ട് വി ഹാവ് ടു ഡു? നാം ഇതുവരെ നടത്തിയ ഈ പഠനത്തിന്റെ വെളിച്ചത്തിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വെളിപാട് പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാം വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വെളിപാട് പുസ്തകം 2-3 അധ്യായത്തിൽ സഭയോട് പറയുന്ന ഒരു ദൂതുണ്ട്. 7 സഭകളിൽ 5 സഭകളോടും ഒരേ ദൂത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ലോകത്തിലെ അവിശ്വാസികളോടല്ല പറഞ്ഞത്. പിന്നെ ആരോടാ പറഞ്ഞത്? വിശ്വാസികളോടാ പറയുന്നത്. എടുത്താട്ടെ, വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ എഫെസോസിലെ സഭയോട് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് നീക്കുകയും ചെയ്യും. അതിന്റെ നിലയിൽ അപ്പോ എഫെസോസിലെ സഭയോട് ആരംഭിക്കുമ്പോഴേ പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. You remember from where you have fallen, from the height which you have fallen. നീ എവിടെ നിന്നാണ് താഴോട്ട് വീണത്? നിന്റെ നേരത്തെയുള്ള അവസ്ഥ എന്തായിരുന്നു? അതിൽ നിന്ന് നീ എത്ര പിന്നോക്കം പോയി? അത് ഓർത്ത് നീ മാനസാന്തരപ്പെടുക. റിപ്പന്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നാം ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഒരു അനുതാപം മാത്രമല്ല, ഒരു ഏറ്റുപറച്ചിലോ ഒരു ദുഃഖമോ മാത്രമല്ല, പിന്നെന്താ, ഒരു മടങ്ങി വരവൂടാ. എങ്ങോട്ട് മടങ്ങി വരണം? റിപ്പന്റ് ആൻഡ് റിട്ടേൺ. മടങ്ങി വരിക. അനുതപിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. എപ്പോഴും മാനസാന്തരത്തിൽ ഒരു തിരിച്ചുവരവ് ആവശ്യം. ഉദാഹരണത്തിന്, മുടിയൻ പുത്രൻ ദുഃഖിച്ചുകൊണ്ട് ആ പന്നിയുടെ അടുക്ക തന്നെ ഇരുന്നായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അപ്പന്റെ സന്തോഷത്തിലേക്ക് അവിടെ ഇരുന്ന് അവനങ്ങ് പറയുക, ഞാൻ അപ്പനോട് ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തെന്നും പറഞ്ഞ് പന്നിയുടെ അടുക്ക ഇരുന്ന് പറഞ്ഞേച്ച് അവിടെ തന്നെ അങ്ങ് ഇരുന്നായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അപ്പന്റെ സന്തോഷത്തിലേക്ക് വരികയില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. സുബോധം വരുമ്പം, മാനസാന്തരം വരുമ്പോ എന്തോടെ വരും? സുബോധം കൂടെ വരും. അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അത് തന്നെയാണ് വെളിപാട് പുസ്തകം
2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പെർഗമോസിലെ സഭയോട് പറയുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അത് പെർഗമോസിലെ സഭയോട് പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ തുയത്തൈരയിലെ സഭയോടും പറയുന്നു, അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. അപ്പൊ അവിടെയും മാനസാന്തരപ്പെടുക എന്നാണ് തുയത്തൈരയിലെ സഭയോട് പറയുന്നത്. പിന്നെ 3-ാം അധ്യായത്തില് ബെർഗമോസിലെ സഭയോട് പറയുകയാണ്, 3-ാമത്തെ വാക്യം, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. അവസാനമായിട്ട് ഏറ്റവും സമ്പത്തുണ്ട്, ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങൾ ധനവാന്മാരാ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സഭയോട് പറയുകയാണ്, ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ലവോദിക്കയിലെ സഭയോട് 3:19, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിയും. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ ഇന്ന് ലോകത്തിലായിരിക്കുന്ന സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് എന്താണ്? എല്ലാറ്റിന്റെയും ഒടുവിൽ, ഈ 7 സഭകൾക്കുള്ള ദൂതിന്റെ ഒടുവിൽ പറയുന്ന എന്തോ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താ? മാനസാന്തരപ്പെടും. 2 സഭയോട് മാത്രമേ അത് പറയാതുള്ളൂ. സ്മരണയിലെ സഭ, അവരെന്ന് പറയുന്ന വളരെ കഷ്ടത്തിലൂടെ കടന്നുപോയൊരു സഭയാണ്, വലിയ തീവ്രമായ കഷ്ടതയിലൂടെ കടന്നുപോയൊരു സഭയായിരുന്നു സ്മരണയിലെ സഭ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരു മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. കഷ്ടതയിലൂടെ കടന്നു പോകാത്തവർക്കാണ് മാനസാന്തരത്തിന്റെ അത്യാവശ്യം. ഫിലദൽഫിയയിലെ സഭയോട് പറയുന്നു, നീ എന്റെ വചനം കാത്തു, അതുകൊണ്ട് അവരോടും പറയുന്നില്ല മാനസാന്തരപ്പെടും. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയല്ല, ഒരു സംഭവം. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നിന്ന് വളരെ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസി അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ട് അദ്ദേഹം തിരിച്ച് റഷ്യയിലേക്ക് പോകാൻ തന്നെയായിരുന്നു. എത്തിപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്കയിലുള്ള വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി, നിങ്ങളെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ആ പീഡനത്തിൽ നിന്ന് കടന്നു വന്ന വിശ്വാസി പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നതിൽ അധികം നിങ്ങൾക്കാണ് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. ഞങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ വളരെ സമൃദ്ധിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പീഡനമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനോ സുവിശേഷം അറിയിക്കുന്നതിനോ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നതെന്ന് ആ വിശ്വാസി പറഞ്ഞതായിട്ടൊരു സംഭവത്തെ കുറിച്ച് കേട്ടു. അതുപോലെ തന്നെയാണ് നാം ഇവിടെ നോക്കിയാൽ വെളിപാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന 2 സഭകളാണ് സ്മരണയിലെ സഭയും ഫിലദൽഫിയയിലെ സഭയും. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എന്തുവാ, ഒരു മോഡറേറ്റ് അഫ്ലുവന്റ് ചർച്ചസ് എന്ന് വേണേൽ പറയാം. വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന സഭകളാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ അവരോടാണ് പ്രത്യേകിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് മാനസാന്തരപ്പെടുവാനുള്ള ദൂതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ദൂത്. തിരിച്ചു വരിക, മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കാം, നീ എന്ത് പ്രാപിച്ചെന്ന് ഓർക്കാം, നീ എന്ത് കേട്ടെന്ന് ഓർക്കാം, നീ ഏത് ഹൈറ്റിൽ നിന്നാണ് താഴെ വീണിരിക്കുന്നതെന്ന് ഓർക്കാം. മാനസാന്തരപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മളോടുള്ള ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നത്തെ എല്ലാ സഭകളോടും, പ്രത്യേകിച്ച് കേരളത്തിലെ സഭകളോട് പറയുന്നത്, നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും സമൃദ്ധിയുടെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. നിങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെ ദൈവത്തെ വിളിച്ചു എന്ന് ഓർക്കുക.
അവര് കഷ്ടതയുടെയും തീവ്രവേദനയുടെയും ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നടുവില് അവരെത്രത്തോളം ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവരായിരുന്നു, സുവിശേഷത്തോട് സ്നേഹമുള്ളവരായിരുന്നു, അവരെത്രമാത്രം വിശുദ്ധ ജീവിതം നയിച്ചു. നിങ്ങൾ മടങ്ങി വരിക എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും, ദൈവത്തിന്റെ സഭയോട്, ഈ കേരളത്തിലെ സഭയോട് പ്രത്യേകിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കുവാനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരോടുമുള്ള ഒരു ദൂതാണ് നാം എല്ലായിടത്തും അത് പറയേണ്ടതായിട്ട്. മറ്റൊരു കാര്യം ഇവിടെ നിന്ന് പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ചൊരു കാര്യം, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലുന്നുണ്ടോ, അതിവിടെ അങ്ങ് കടന്നു പോവാണോ, അതിവിടെ അങ്ങ് അലിഞ്ഞില്ലാതെ ആകുകയാണോ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നില്ലയോ എന്നൊക്കെ ഒരു ചിന്ത പലപ്പോഴും വിശ്വാസികളാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനയൊന്നും നഷ്ടമാകുന്നില്ല. 8-ാം അധ്യായത്തില് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ 7 കാഹളം ലഭിച്ചു കഴിയുമ്പോൾ മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പൊ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൂതന്റെ ആ ധൂപകലശം അർപ്പിക്കുമ്പോൾ അതിനോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലും. നമ്മുടെ പ്രാർത്ഥന ഇവിടെ കടന്നു പോകുന്നില്ല. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ കരയുമ്പോൾ ദൈവ സന്നിധിയിലേക്ക് ആ പ്രാർത്ഥന കയറി ചെല്ലുന്നു. ദൈവ സിംഹാസനത്തിന് മുമ്പിലേക്ക് ആ പ്രാർത്ഥന കയറി ചെല്ലുന്നു. അത് നമ്മെ അറിയിക്കാനായിട്ടാണ് ഈ ഭാഗം പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവ സന്നിധിയിലേക്ക് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കയറി ചെല്ലും. പക്ഷെ ഒരു കാര്യം മുമ്പേ പറഞ്ഞ പോലെ, ദൈവത്തിന്റെ എക്കണോമിയിൽ, ദൈവത്തിന്റെ സമയത്ത് മാത്രമേ അതിന്റെ ഉത്തരം താഴോട്ട് വരത്തുള്ളൂ എന്ന് മാത്രമേ. കാരണം ഏതാണ് ഏറ്റവും, വിച്ച് ഈസ് ദ റൈറ്റ് ടൈം എന്ന് ആർക്കേ അറിയത്തുള്ളൂ? ദൈവത്തിനെ അറിയത്തുള്ളൂ. കൈറോസ് എന്ന പദത്തിന്റെ അർത്ഥം റൈറ്റ് ടൈം ഓർ ദ എക്സാക്ട് ടൈം. ഗോഡ് നോസ് ദ എക്സാക്ട് ടൈം when the prayer has to be answered. എപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കേണ്ടതെന്നുള്ളതിന്റെ കൃത്യസമയം ആർക്കേ അറിയത്തുള്ളൂ? ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി കയറി ചെന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മടുത്തു പോകാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തു പോകരുത്, ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് വെച്ച് ഉത്തരം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഇട്ടേച്ചു പോകുന്നവരായി തീരുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നു. None of our prayers will go waste or will go unanswered. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ലഭിക്കാത്തതായിട്ടില്ല. ദൈവം തക്ക സമയത്ത് തന്റെ ഹിതപ്രകാരം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം, ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം ആ പ്രാർത്ഥനയ്ക്ക് തരും. നമുക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പരിസ്ഥിതിയിൽ, ഇപ്പൊ നമ്മൾ ചുറ്റുപാടുകളിൽ ചിന്തിച്ചാൽ ആ ഉത്തരം അല്ല കിട്ടേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയിൽ നാം നോക്കുമ്പോൾ, അവിടെ ചെന്ന് കാണുമ്പോൾ ദൈവ ഉത്തരം അന്നേരം തന്നത് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കർത്താവേ, ഞാൻ ചോദിച്ചപ്പോ അത് തരാതെ, എന്റെ ധൃതി അനുസരിച്ച് ഉത്തരം തരാതെ, നിന്റെ ഹിതപ്രകാരം അത് ഏറ്റവും മനോഹരമായ ഒരു ഉത്തരം നീ എനിക്ക് തന്നുവല്ലോ എന്ന് ഓർത്ത് അന്ന് നാം ദൈവത്തെ മഹത്വപ്പെടും. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുകയാണ്. In his time, he will answer our prayers. None of our prayers will go waste. None of our prayers will go unanswered. And God will give the best answer in the right time according to his will. ഏറ്റവും നല്ല ഉത്തരം ഏറ്റവും തക്ക സമയത്ത് ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഹിതപ്രകാരം ഉത്തരം നൽകിയിട്ട് വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്നൊരു ഉറപ്പ് അതാണെന്ന് കാണുവാനായിട്ട്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓടിച്ച ചില കാര്യങ്ങൾ പറയുകയാണ്. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ വലിയൊരു യുദ്ധം ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നു. 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടു. മഹാസർപ്പം എന്ന് പറയുന്നത് പിശാചാണ്.
പഴയ പാമ്പായ പിശാച് തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവിട്ട് ജയിച്ചില്ല താൻ. ദൈവത്തിന്റെ ആർക്കേഞ്ചലായിട്ടുള്ള ഏറ്റവും പ്രധാന ദൂതന്മാരിൽ ഒരുവനായ മിഖായേലും അവന്റെ സൈന്യവും മഹാസർപ്പമായ പിശാചും അവന്റെ ദൂതന്മാരോടും കൂടെ പടവിട്ടു. ആ യുദ്ധം എവിടാ നടക്കുന്നത്? ആ യുദ്ധം എവിടെ നടക്കുന്നെന്ന് എഴുതിയത് 7-ാം വാക്യം. സ്വർഗത്തിൽ ആ യുദ്ധം നടക്കും. അതിന്റെ അർത്ഥം ആ സ്വർഗത്തിൽ അപ്പൊ അവിടെ ആരുണ്ടായിരുന്നു? മഹാസർപ്പവും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്വർഗത്തിൽ അവൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു വാസസ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെച്ചൊരു യുദ്ധം നടക്കുകയാണ്. എന്തിനു വേണ്ടിയാ? അവിടുന്ന് അവനെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സമയമായി, അവിടുന്ന് അവനെ പുറത്താക്കാനുള്ള, എക്സ്പെൽ ചെയ്യാനുള്ള സമയമായി. അതുകൊണ്ടാണ് പിന്നീട് പറയുന്ന മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും. 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എന്താ പറയുന്നത്? സ്വർഗത്തിൽ അവരുടെ സ്ഥലം, ആരുടെ സ്ഥലം പിന്നെ കണ്ടില്ല? മഹാസർപ്പത്തിന്റെയും അവന്റെ ദൂതന്മാരുടെയും സ്ഥലം. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവപുത്രന്മാർ നിന്നു. ദൈവപുത്രന്മാർ എന്ന് പറയുന്ന ആരാണ്? ദൈവത്തിന്റെ ദൂതന്മാർ. അവരുടെ കൂടെ ആരും ചെന്ന് നിന്നു? പിശാചിൻ ചെന്നു. പിശാചിനോട് ദൈവം ചോദിക്കുന്നു, നീ എവിടുന്ന് വരുന്നു? അപ്പം പറഞ്ഞു, ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് എവിടെ ചെന്നു? സ്വർഗത്തിൽ ദൈവദൂതന്മാർ ഇടയ്ക്ക് കയറി നിൽക്കാൻ ചെന്നു. അപ്പൊ കർത്താവ് ചോദിക്കുന്നു, ദൈവം ചോദിക്കുന്നു, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു. അവിടുത്തെ സംഭാഷണം നമുക്ക് യോബിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ നമുക്കറിയാം. അപ്പൊ മഹാസർപ്പം അവിടെ കയറി ചെല്ലുവാൻ, അവന്റെ ദൂതന്മാർക്ക് അവിടെ നിൽക്കുവാൻ ഒരു അവകാശം ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ അങ്ങനെയാണ് ചെന്നത്. എന്നാൽ ഈ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് നാം കാണുന്നില്ലേ? 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന അവന്റെ വാസസ്ഥലം പിന്നെ അവിടെ കണ്ടതുമില്ല. അപ്പൊ ആ യുദ്ധത്തിൽ അവൻ പരാജയപ്പെട്ട് അവിടുന്ന് പുറത്തുപോയി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടിയാണ് പിശാച് സ്വർഗത്തിൽ ഒരു 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 പെർമിറ്റഡ് പ്ലേസ് അവൻ ഉണ്ടായിരുന്നതിന്റെ കാരണം തന്നെ അവൻ അവിടെ ചെന്ന് നിന്ന് അപവാദം, ആരെ കുറിച്ചായിരുന്നു അവൻ അപവാദം പറയുന്നത്? ആരെ കുറിച്ച് പറയുന്ന? നമ്മുടെ, നോക്കിക്കാട്ടെ ആ വാക്യം ഒന്ന് നോക്കിക്കേ, 10-ാമത്തെ വാക്യത്തിന്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം. അപ്പൊ ആരെ കുറിച്ചാണ് അവൻ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നത്? നമ്മുടെ സഹോദരന്മാര്. സഹോദരന്മാരെന്ന് പറഞ്ഞ ആരാ? ബ്രദറൻ. നമ്മളെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്, രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യങ്ങളെ കുറിച്ച് സ്വർഗത്തിൽ കുറ്റം ചുമത്താനുള്ള അക്യൂസറായിട്ട്, അപവാദിയായിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് യോബിന്റെ പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നത്. അപ്പോ അതിന്റെ അവസരം പിന്നല്ലാതെ ആകുക. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സഭ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവന് ദൈവത്തിന്റെ സഭയെ കുറിച്ച് അവിടെ ചെന്ന് കുറ്റം പറയാൻ കാര്യം, ദൈവത്തിന്റെ സഭ എവിടെ ആയി കഴിഞ്ഞു? ദൈവത്തിന്റെ സന്നിധിയിലായി കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ചിലപ്പം കാണുമായിരിക്കും. ഞാൻ അതിനെ ഒന്നും തള്ളിക്കളയുന്നില്ല. പക്ഷെ വാട്ട് എവർ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഈസ് ഇൻ ദിസ് വേ. ഞാൻ മനസ്സിലാക്കിയത് ഈ വിധത്തിലാണ്. ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിശാചിനെ അവിടെ നിന്ന് പുറത്താക്കിക്കളയും. പിശാചിനെ അവിടെ ഇരുത്തിയിട്ടല്ല നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത്. നമ്മളെ അവിടെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അവനെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യും, പുറത്താക്കും, ഗെറ്റ് ഔട്ട് അടിക്കും. അവനെ അവന്റെ ദൂതന്മാരും പിന്നെ ഭൂമിയിലേക്ക് വരും. ദൈവത്തിന്റെ സഭ, വിശുദ്ധന്മാര് അവരെങ്ങനെ ജയിച്ചു? അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അതുവരെ ദൈവമക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പിശാചിനെ അവിടെ നിന്ന് തള്ളിക്കളയും. തള്ളിക്കളയുമ്പോ അവൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരും.
ഇറങ്ങി വരുന്ന എന്തിനാ? 12ാമത്തെ വാക്യം, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. കാര്യം അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇനി അവന്റെ ശല്യം അവിടെ ഇല്ല. എന്നാൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. കാരണം പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ. അവന് മനസ്സിലായി സ്വർഗത്തിൽ ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു, അതുകൂടെ പോയി. ഇനി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നു. ഇനി ഇച്ചിരൂടെ ഉള്ളൂ, അണയാൻ പോകുന്ന തിരി എന്തോ എടുക്കും? ആളിക്കത്ത്. പിശാചിനറിയാം ഇനി കുറച്ചുകൂടെ ഉള്ളു, എന്നെ പിടിച്ച് ഗന്ധകവും തീയും കത്തുന്ന പൊയ്കയിലേക്ക് ഇടുവാനുള്ള സമയമായി. അതിനുവേണ്ടി അവൻ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കും. അപ്പൊ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് താഴ്ത്തിക്കളയുന്ന, തള്ളിയിട്ട് കളയുന്ന സമയം അടുത്തു. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയവും അടുത്തു. ഇത് വ്യക്തമായിട്ട് അറിയുന്ന ആർക്കാണ്? നമ്മളെക്കാളി കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ് പിശാച്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അവൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അറിയാതെ ചുറ്റി തിരഞ്ഞ് അലറുന്ന സിംഹം പോലെ ഭൂമിയിൽ ഇങ്ങനെ ഹീസ് വണ്ടറിങ് അറൗണ്ട്, ഹീസ് റോമിങ് അറൗണ്ട്. അവൻ ഇങ്ങനെ നോക്കുക, വായും പിളർന്ന് ആരെ വിഴുങ്ങാൻ പറ്റും, ആരെ തെറ്റിക്കാൻ പറ്റും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ച് കളയേണ്ടതിനും പിശാച്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേൽക്കുമെന്ന് 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണും. ഇത് മഹോപദ്രവ കാലത്ത് സംഭവിക്കുന്ന മാത്രമല്ല, ഈ കാലത്തും കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ഉണ്ട്. എതിർ ക്രിസ്തുക്കൾ, ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആരാ? ഇനി ഒരുത്തം വരാൻ ഇരിപ്പുണ്ട്, പക്ഷേ അതിന്റെ സ്മോളർ വേർഷൻസ് ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ദ ബിഗ് വേർഷൻ ഈസ് സെറ്റ് ടു കം. അതിന്റെ വലിയ പുള്ളി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കൊച്ചു കൊച്ചു പുള്ളികൾ ഇപ്പം തന്നെ ലോകത്തിലുണ്ട്. ഇനിയും വരാനിരിക്കുന്ന മറ്റൊരുത്തനാണ് കള്ളപ്രവാചകൻ. എതിർ ക്രിസ്തു വരുന്നു, കള്ളപ്രവാചകനും വരുന്നു. അതെപ്പോഴാ വരുന്നത്? അന്ത്യനാഴികയിലാണ് വരുന്നത്. അപ്പോ അതിനെയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ വലിയ ആള്, അതിന്റെ ഫുൾ വേർഷനിൽ, അതിന്റെ പൂർണ്ണ ശക്തിയോട് വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ അതിന്റെ സ്മോളർ വേർഷൻസ്, ചെറിയ പതിപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് യോഹന്നാൻ പറയുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യം നോക്കിയാൽ, 1 യോഹന്നാൻ 2:18, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. ചിൽഡ്രൻ, ദിസ് ഈസ് ദ ലാസ്റ്റ് അവർ. യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് ദിസ് ഈസ് ദ ലാസ്റ്റ് അവർ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം. നമ്മൾ പക്ഷെ ഇത് തിരിച്ചറിയുന്നുണ്ടോ? യോഹന്നാൻ പറഞ്ഞ സമയത്ത് അനേക എതിർ ക്രിസ്തുക്കൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യോഹന്നാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഏതാണ്ട് 1900 വർഷം കൂടെ കഴിഞ്ഞു. അപ്പൊ ഇവരുടെ എണ്ണം എത്രമാത്രം കൂടിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നു. അപ്പൊ ഈ എതിർ ക്രിസ്തു എവിടുന്നാ പുറപ്പെടുന്നത്? നമ്മുടെ ഇടയിൽ. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ആരുടെ ഇടയിൽ നിന്ന്? നമ്മുടെ ഇടയിൽ എന്ന് പറയുന്ന കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് പറഞ്ഞാൽ ദൈവ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. സഭകളിൽ നിന്ന് തന്നെയാണ് ആര് എഴുന്നേക്കുന്നത്? എതിർ ക്രിസ്തു എഴുന്നേൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പൊ സഭയിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാ. ഒത്തിരി എതിർ ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടും. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. 19-ാമത്തെ വാക്യം 2:19. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധം ആകേണ്ടതല്ലോ.
നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അപ്പൊ നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ പാർക്കുമായിരുന്നു. ദൈവസഭയിൽ നിന്ന് തന്നെ സത്യസുവിശേഷത്തെ എതിർക്കുന്ന, ദൈവവചനത്തെ എതിർക്കുന്ന, വ്രതന്മാരെ തെറ്റിച്ച് കളയുന്ന, ദൈവസഭയെ തെറ്റിച്ച് കളയുന്ന അനേകർ ദൈവസഭയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. ഒരുപക്ഷെ അവർ നേതൃസ്ഥാനങ്ങൾ വഹിക്കും, ഒരുപക്ഷെ അല്ല മിക്കവാറും വഹിക്കും. കാരണം ഇത് അന്ത്യനാളുകളിലേക്ക് വരികയാണ്. പിന്നെയും യോഹന്നാൻ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 4:1 പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന്. അപ്പൊ വന്ന് കയറുന്നതെല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു പോകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു സ്തോത്രം പറഞ്ഞാൽ, ഒന്ന് പാട്ട് പാടിയാൽ, അല്ലെ ചില അഭ്യാസങ്ങൾ കാണിച്ചാൽ അതിനെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ എന്നാ എടുക്കണം? ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുവെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുമായി ഒരു കള്ളപ്രവാചകൻ എന്റെ അടുക്കിലേക്ക് വന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വരുന്നവൻ കള്ളനാന്നൊരു വിവരം എന്നെ അറിയിക്കും. നാം ശോധന ചെയ്തുകൊണ്ടിരിക്കണം, നാം അലേർട്ടായിരിക്കണം. വരുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. പിന്നെ പറയുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അറിയാനുള്ള ഒരു ടെസ്റ്റ് കൂടെ അവിടെ കൊടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്, ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അന്ത്യനാഴികയാണ്. എതിർ ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. മത്തായി 24:24 പറയുന്നത്, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കും. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും പുറകെ പോകാനായിട്ടല്ല, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്യണം. ഒരു പ്രസംഗകൻ വന്നാൽ, അല്ലെങ്കിൽ ഒരാള് അത്ഭുതങ്ങളൊക്കെ കാണിച്ചാൽ അവരുടെ വചനത്തെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം, എൻ്റെ ചിന്തയിൽ എനിക്ക് മനസ്സിലായ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വന്തമായിട്ട് മഹത്വം എടുക്കുന്നവരുടെ ഉള്ളിലുള്ള ആരുടെ ആത്മാവുള്ളൂ. സ്വന്തമായിട്ട് മഹത്വം വേണ്ടിയ പുള്ളി ആരാ? പിശാച്. പിശാചിനാണ് സ്വയമഹത്വം വേണ്ടിയത്. അപ്പം സ്വയമഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയമഹത്വം കാക്ഷിക്കുന്ന ആരായിരുന്നാലും അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും. 1 2 തെറ്റുകൊണ്ടല്ല, നിരന്തരമായി അങ്ങനെയുള്ളവരെ നമുക്ക് കാണാനും തിരിച്ചറിയാനും കഴിയും. പലപ്പോഴും നാം അതിനെ വിവേചിച്ചറിയാത്തവരായിരുന്നു. അന്ത്യനാഴികയിൽ ദൈവ പൈതങ്ങൾക്ക്, ദൈവമക്കൾക്ക് വളരെ വിവേചന ശക്തി ആവശ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ നാം വ്യക്തമായിട്ട് വായിക്കണം. മാത്രമല്ല, ഈ ലോകത്തിൽ ഇപ്പോൾ an evil trinity is at work. അത് നമ്മൾ പഠിച്ചതാ. ഞാൻ എൻ്റെ വാക്കുകളെ വളരെ വേഗം അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധ തൃത്വം ഉള്ളതുപോലെ തന്നെ നാം പഠിച്ചു ഒരു ഈവിൾ ട്രിനിറ്റി ഉണ്ടല്ലേ. വെളിപാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഒരു ദുഷ്ടതൃത്വം. അതാരൊക്കെയാണ്? മഹാസർപ്പം എന്ന പിശാച്, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. മഹാസർപ്പൻ ദൈവത്തെ എതിർക്കുന്നു, എതിർ ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിനെ എതിർക്കുകയാണ്. യേശു ക്രിസ്തുവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞാൽ എന്തുവാ? അതിന്റെ ഒരു കർത്താവായ യേശു ക്രിസ്തു വന്നതുപോലെ തന്നെ ഈ ലോകത്തിൽ പിശാചിന്റെ സകല ദുർഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വരും. അവനെയാണ് മൃഗം എന്ന് വിളിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തില് നാം അത് വായിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മൃഗത്തെ നാം കാണുന്നു. ആ മൃഗം, അവനെയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. എന്നാൽ 13-ാം അധ്യായത്തിന് 11 മുതലുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകനെ നാം കാണും. അപ്പൊ മഹാസർപ്പം 12-ാം അധ്യായത്തിൽ മഹാസർപ്പത്തെ കാണുന്നു,
13-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എതിർ ക്രിസ്തുവിനെ കാണുന്നു. A personification of all the evil deeds of Satan in one man, and he will be the full version of the Antichrist. അവനായിരിക്കും എതിർ ക്രിസ്തു എന്നുള്ള മുഴു രൂപത്തിൽ വരുന്നത്. എന്നാൽ അതിന്റെ കൊച്ചു കൊച്ചു പതിപ്പുകൾ ഇപ്പോഴും ലോകത്തിലുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സഭകളിലുണ്ട്, നമ്മുടെ കൂട്ടങ്ങളിലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയും. മാത്രമല്ല കള്ളപ്രവാചകന്മാർ. കള്ളപ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവനായി. കള്ളപ്രവാചകൻ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും മഹത്വപ്പെടുത്തുന്നത് പോലെ തന്നെ കള്ളപ്രവാചകൻ പിശാചിനെയും എതിർ ക്രിസ്തുവിനെയും മഹത്വീകരിക്കുന്നവനായി. അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരും ലോകത്തിന്റെ മോഹങ്ങൾക്ക് ദൈവത്തിന്റെ സഭയെ വശംവദരാക്കി വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന അനേകർ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കും. മാത്രമല്ല, നാം പഠിച്ചതായിട്ടുള്ള ഒരു കാര്യം കൂടെ വളരെ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ, 1-2 നിമിഷങ്ങൾ കൂടി. സാത്താൻ സ്ഥാപിച്ചതായിട്ടുള്ള ഒരു ലോകത്തിന്റെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക ക്രമമാണ്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളെയും ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ, സാമ്പത്തിക സംവിധാനങ്ങൾ, ഇത് പിശാചിന്റെ ആധിപത്യത്തിലാണ്. എന്നാൽ ഈ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളോട് ചേർന്ന് പോകുന്ന ഒരു സഭയെയും പിശാച് ഇവിടെ സൃഷ്ടിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന വിശുദ്ധ മണവാട്ടി സഭയെ പോലെ എതിർ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു അശുദ്ധയായ മണവാട്ടി ഇവിടെ. അത് ലോകത്തോട് പറ്റിച്ചേർന്ന് പോകുന്ന, ലോക മോഹങ്ങളോട് പറ്റിച്ചേർന്ന് പോകുന്ന, ലോകത്തിന്റെ പണത്തോടും ലോകത്തിന്റെ സമ്പത്തിനോടും പറ്റിച്ചേർന്ന് പോകുന്ന ഒരു സഭയായി. ആ സഭ എന്ന് പറയുന്നത് അതൊരു ലോക മത സംവിധാനമായി. അതിനാണ് ദ സ്പിരിറ്റ് ഓഫ് ബാബിലോൺ എന്ന് പറയുന്നത്, മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. അതൊക്കെ നാം വിശദമായിട്ട് പഠിച്ചതാണ്. അതിപ്പോൾ തന്നെ വ്യാപരിക്കുന്നുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കള്ളപ്രവാചകന്മാരും എതിർ വസ്തുക്കളും ഇപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു അന്ത്യനാഴികയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കാലത്തെ തിരിച്ചറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കും. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചവരെന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ പിശാചിന്റെ ഈ വഞ്ചനയും കാപട്യവും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് വെളിപാട് പുസ്തക പഠനം എത്ര വിശുദ്ധിയോട് ജീവിപ്പാൻ, എത്ര തിരിച്ചറിവോട് ജീവിപ്പാൻ, എത്രത്തോളം പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം അറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി പ്രാർത്ഥനയോടെ ഈ അന്ത്യകാലത്ത് ജീവിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബ്രദർ ജിജി ജോസഫ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു.